ഹായ്, ഇന്ന് ഞായറാഴ്ച ആയിരുന്നു കേട്ടോ. രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് ഞാൻ. പിന്നെന്താ, ഇന്ന് രാവിലെ കാപ്പി പാസ്ത ഉണ്ടാക്കുകയാണ്. കാരണം മോൻ പറഞ്ഞ് പാസ്ത ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ചിക്കൻ പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ചിക്കൻ പാസ്ത. പിന്നെ ചായ ഇടുന്നത് അവർക്കാണ്. ഞാൻ ചായ ഇപ്പോൾ കുടിക്കാറില്ല. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി റോൾ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ കുറച്ച് ചിക്കൻ അതിൽ എന്തായാലും കുക്കറിൽ കുറച്ച് ചിക്കൻ വേവിക്കുന്നുണ്ട്, ഉപ്പും കുരുമുളകും മഞ്ഞപ്പൊടി ഇട്ടിട്ട്. അപ്പോൾ അതിനോടൊപ്പം എനിക്കും കൂടെ കുറച്ചെടുത്ത് മാറ്റിയിട്ട് ചെറിയൊരു ഗ്രേവി പോലെ, ഗ്രേവിയല്ല ജസ്റ്റ് ഒന്ന് സവാളയും ഒക്കെ ഇട്ട് ഒന്ന് വരട്ടി എടുത്തിട്ട് ചപ്പാത്തി മൂപ്പിച്ച് അതിനകത്തിട്ട് റോൾ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താവുമെന്നോ നോക്കാം. നമ്മളമ്മമാർക്ക് പിന്നെ ഞായറാഴ്ച തിങ്കളാഴ്ചയൊന്നുമില്ല, എല്ലാ ദിവസവും ഒരേപോലെയാണല്ലോ. ഇത് തന്നെയാണല്ലോ ഡെയിലി എണീറ്റ് അടുക്കള കയറുക എന്നുള്ളത്. ഞാൻ ഡെയിലി രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി അത് ജോലിയൊക്കെ തീർത്തിട്ട് അങ്ങ് നേരെ എൻ്റെ വീട്ടിൽ പോകും കേട്ടോ. എൻ്റെ മോൾ അവിടെ അങ്കമാടിയിലാണ് പഠിക്കുന്നത്. അടുത്ത് തന്നെയാണ്, 5 മിനിറ്റേ ഉള്ളൂ പോകാനായിട്ട്. എനിക്ക് 2 വീലറുണ്ട്, അപ്പോൾ അതിലങ്ങ് പോകും. അവിടെ മോളാക്കിയിട്ട് വൈകിട്ട് മോൻ അങ്ങ് ഇറങ്ങും. പിന്നെ അവനെയും വിളിച്ചിട്ടാണ് തിരിച്ച് ഞങ്ങൾ ഇനി വരണത്. പെട്ടെന്ന് ജോലി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രാവിലെ എണീറ്റത് തന്നെ. കാരണം മോൾക്ക് 3 വയസ്സായുള്ളൂ. അവൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ബഹളമാണ്, ഇനി എടുത്തുകൊണ്ട് നിൽക്കാൻ പറയും. അത് കാരണം പിന്നെ ഞാൻ പെട്ടെന്ന് ജോലി തീർത്തിട്ട് നിൽക്കാൻ വിചാരിച്ചു. എൻ്റെ ഇടയ്ക്ക് വെച്ചോളം എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ പുറത്തായതുകൊണ്ട് എനിക്ക് കൂട്ടി കിടക്കാനായിട്ട് എൻ്റെ വീടിനടുത്തുള്ള ചേച്ചിയുടെ മോളാണ് വരുന്നത്. അപ്പോൾ മോളെ എണീറ്റാലും അവൾ നോക്കിക്കോളും, മണിക്കൂട്ടി നോക്കിക്കോളും. ചില ദിവസങ്ങളിൽ ഭയങ്കര വാശിയായിരിക്കും. അതെല്ലാം പെട്ടെന്ന് ജോലി തീർത്തിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. എനിക്കങ്ങനെ പാസ്ത ഉണ്ടാക്കി പരിചയമൊന്നുമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലൊന്നും അങ്ങനെ ഉണ്ടാക്കത്തില്ല. പിന്നെ ഷാൻജിയോ ഉള്ളതുകൊണ്ട് യൂട്യൂബിൽ നോക്കി ഇതെല്ലാം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഞാൻ. പിള്ളേരെ കഴിപ്പിക്കുക ഇതൊക്കെയുള്ള വഴി. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കണ്ടേ. സ്കൂളിൽ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. സ്കൂളിൽ നോൺ വെജ് ഒന്നും അങ്ങനെ കൊണ്ട് ചെല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് വീട്ടിൽ നിൽക്കുന്ന ദിവസമല്ലേ പറ്റുള്ളൂ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ. അതാണ് ഇന്ന് പാസ്ത ഉണ്ടാക്കാമെന്ന് കരുതിയത്. ഉച്ചയ്ക്ക് പിന്നെ അവർ എൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചോളൂ. എൻ്റെ വീട്ടിൽ പോകുന്നതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചോളും. ഞാൻ പിന്നെ ഈ ചപ്പാത്തി എനിക്ക് വേണ്ടി 2 കൂടുതൽ ഉണ്ടാക്കി കൊണ്ടങ്ങ് പോകും. ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കാമല്ലോ. ഞാൻ ഉച്ചയ്ക്ക് ചോറ് അങ്ങനെ കഴിക്കാറില്ല. വീട്ടിൽ നിന്ന് കഴിക്കാൻ തോന്നും, അമ്മ ഉണ്ടാക്കുന്ന മീൻ കറി കാണുമ്പോൾ കഴിക്കാൻ തോന്നും. എങ്കിലും മാക്സിമം ഞാൻ ഒഴിവാക്കും. അതിനാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. പിന്നെന്താ, എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പറയണം കേട്ടോ. ഞാനങ്ങനെ വീഡിയോ ചെയ്തൊന്നും എനിക്ക് പരിചയമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണേ.